പെരുന്നമൃത് പൂജ കൊല്ലത്ത് 2 പ്രാവശ്യം, 2 സംക്രമം കഴിഞ്ഞിട്ട്, സോൾസ്റ്റിസ് കഴിഞ്ഞ്, കർക്കിടകശിവേലിയും മകരശിവേലിയും കഴിഞ്ഞിട്ട് ആണ് പെരുന്നമൃത് പൂജ വരുന്നത്. പെരുന്നമൃത് പൂജ പെരിയ അമൃതേയത്ത് പൂജ എന്നാണ് എൻ്റെ ശരിക്കുള്ള വാക്ക്. അതിനെ ഞങ്ങൾ ഷോർട്ടൻ ചെയ്തപ്പോൾ പെരുന്നമൃതായി. പെരിയ അമൃതേയത്ത്, വലിയ അമൃതേയത്ത്. വലിയ അമൃതേയത്ത് എന്ന് പറയുന്ന ഊണ്, രാജകീയ ഭാഷ അല്ലെങ്കിൽ ദേവീ ഭാഷയിൽ അമൃതേയത്ത് എന്നാണ് ആഹാരത്തിനും ഭക്ഷണത്തിന് പറയുന്നത്. രാജകീയ പദമാണത്. അപ്പോൾ വലിയ അമൃതേയത്ത്, ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള 5 പായസം. രത്നപ്പായസം എന്നാണ് ഏറ്റവും വിശേഷപ്പെട്ട പായസം പെരുന്നമൃത് പൂജയ്ക്ക്. അത് എന്നാണ് തുടങ്ങിയെന്നറിയാൻ വയ്യെങ്കിലും ഉമേമ റാണിയുടെ കാലത്തൊക്കെ പെരുന്നമൃത് പൂജയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, 16-ാം നൂറ്റാണ്ടിൽ. പലപ്പോഴും രേഖകൾ കാണുമായിരിക്കും, പക്ഷേ രേഖകളിൽ കണ്ടുപിടിക്കാനുള്ള വിഷമങ്ങളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എത്രയോ നൂറ്റാണ്ടുകൾ, സെഞ്ച്വറീസ് മുമ്പെയാണ് പെരുന്നമൃത് പൂജ. പെരിയ അമൃതേയത്ത് പൂജയാണ് സ്വാമിക്ക്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് രത്നപ്പായസം തന്നെയാണ്. വലിയൊരു കോപ്ര, തട്ടിയൻ ഒരു സ്വർണ്ണ കോപ്രയ്ക്കകത്താണ് ഈ ഇത് കൊണ്ടുവന്ന് നേരിക്കുന്നത്. വലിയ വളയം, ഇപ്പോഴും അതെ ആ കോപ്ര ഞാൻ കണ്ടിട്ടുണ്ട്. സംഗ്രാമത്തിലെ വേറെ എഴുതുന്ന കുലശേഖരൻ്റെ കാലത്ത് ഒരു കോപ്ര അദ്ദേഹം സമർപ്പിച്ചു എന്നൊക്കെ ഉണ്ട്. അത് തന്നെയാണോ ഇതെന്ന് അറിയില്ല. സംഗ്രാമത്തിൽ 1300s ആണ്, 1300s, late 1300s, early 1400s. ഇന്നിപ്പോൾ 2025. Just imagine the huge expanse of time